ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ നാടൻ പിടിയും വറുത്തരച്ച കോഴിക്കറിയുമാണ്. നമ്മൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി നാടൻ വിഭവമാണ്. ഈ പിടിയും കോഴിക്കറിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മൾക്കാദ്യം പിടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതേ നൈസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 3 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. 1.5 കപ്പ് അരിപ്പൊടിയിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് നമ്മൾക്കൊരു കൂട്ടുകൂടി ചേർക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു 4 അല്ലി വെളുത്തുള്ളിയും 3 കൊച്ചുള്ളിയും ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ചതച്ചെടുത്തു കൊണ്ടുവരണം. ജീരകവും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ഇവിടെ നന്നായി ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ നമ്മൾക്കിപ്പം ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം അല്പാൽപമായി ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ മാവ് തയ്യാറാക്കുന്ന അതേ ഒരു പാകത്തിന് വേണം ഈ മാവും കുഴച്ചെടുക്കാൻ. നിങ്ങൾ ചൂടുവെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായി ഒന്ന് ചൂടാറി നമുക്ക് കൈ വെക്കാൻ ഒരു പാകമാവുന്ന സമയത്ത് വേണം ഇതുപോലെ കുഴച്ചെടുക്കാൻ. പിടിക്കുള്ള മാവ് ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കുഴച്ചു വെച്ച മാവിൽ നിന്നും ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾക്ക് ഉരുട്ടിയെടുക്കാൻ. അതേപോലെ തന്നെ ബാക്കി എല്ലാ മാവും നമ്മൾക്ക് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് വയ്ക്കാം. പിടിക്കുള്ള ഉരുളകളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ തേങ്ങാപ്പാലിലാണ് പിടി വേവിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി 4 കപ്പ് 2-ാം പാല് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് 1-ാം പാലും പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചൂട് കട്ടിയുള്ള ഒരു കടായി ചൂടായി വരുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാല് നന്നായി ഒന്ന് തിളച്ചു വരുന്നത് വരെ മൂടി അടച്ചു വെച്ച് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോ തേങ്ങാപ്പാലൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇത് പിരിഞ്ഞതുപോലെയൊക്കെ തോന്നും. അത് സാരമില്ല, നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ജീരകം ചതച്ചതും ചേർത്ത് കൊടുക്കുക. ബാക്കിയിരിക്കുന്നത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പിടി ഓരോന്നായി ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പിടി പെട്ടെന്ന് പൊടിഞ്ഞു പോവും. ഈ സമയത്ത് ഇനി നമ്മൾ ഇത് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല. ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾക്ക് മൂടി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് വേവിക്കാം. 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്നു നോക്കാം. ഇനി ഈ പിടിയെല്ലാം നമ്മൾക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. പൊടിഞ്ഞു പോവാതെ ചെറുതായി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇനി ഇത് മൂടി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ പിടി നന്നായി വെന്ത് കിട്ടും. പിടി അവിടെ വേവുന്ന സമയം കൊണ്ട് നമ്മൾക്കിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കണം. നമ്മൾക്കിത് പിടിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. എന്നാൽ മാത്രമേ തേങ്ങാപ്പാലൊക്കെ നല്ല കട്ടിയായി നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള പിടി നമ്മൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഒന്നാം പാലിലേക്ക് അരിപ്പൊടിയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പിടിയൊക്കെ നന്നായി വെന്ത് തേങ്ങാപ്പാലൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലൊക്കെ നല്ല കുറുകിയ പാകത്തിലാവണം. അതിനുവേണ്ടി ഞാനിവിടെ ഒന്നാം പാലിലേക്ക് അരിപ്പൊടി കലക്കിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 3 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ സമയം കൊണ്ട് തന്നെ ഗ്രേവിയൊക്കെ നല്ല കുറുകിയ പാകത്തിനായി കിട്ടും. 3 മിനിറ്റ് നേരം നന്നായി ഒന്ന് ഇളക്കി നല്ലവണ്ണം കുറുക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരുന്നതാണ്. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പിടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാം. ഞാനിവിടെ കുക്കറിൽ വളരെ എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ചൂടായ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1 സവാളയുടെ പകുതി വളരെ നൈസായി നീളത്തിലരിഞ്ഞതും 2 അല്ലി വെളുത്തുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും ചേർത്ത് കൊടുക്കണം. അഥവാ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഇല്ലെങ്കിൽ നമ്മൾ ചിക്കനിലേക്ക് മസാലപ്പൊടി ചേർക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്താലും മതിയാവും. ഇനി ഇതും കൂടി നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ കറിക്കുള്ള തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. അതിനുശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ തണുക്കാൻ വെച്ച സമയം കൊണ്ട് നമ്മൾക്ക് കുക്കറിൽ ചിക്കൻ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വളരെ നൈസായിട്ട് നീളത്തിലരിഞ്ഞ സവാളയാണിത്. വലിയ സവാളയാണെങ്കിൽ 2 എടുത്താൽ മതി. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 സവാളയാണ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം ടീസ്പൂൺ കണക്കാണ് പറയുന്നത്, ടേബിൾ സ്പൂൺ അല്ല. അതേപോലെ തന്നെ 5 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതലായി നമ്മൾ ചിക്കൻ കറിയിലേക്ക് ചേർക്കുന്നത്. ഇനി 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർക്കാം. നിങ്ങൾ തേങ്ങ വറുക്കുന്ന കൂട്ടത്തിൽ കുരുമുളക് ചേർത്തില്ലെങ്കിൽ ഈ സമയത്ത് 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാവുന്നതാണ്.
ഇനി ഈ മസാലപ്പൊടികളെല്ലാം നന്നായി ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് മസാലയും ചിക്കനും ഒക്കെ നന്നായി ഒന്ന് മിക്സായി വരുന്നത് വരെ ഒരു 2 മിനിറ്റ് നമ്മൾ ചെറു തീയിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കണ്ട, കാരണം ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. കൂടാതെ നമ്മളിനി തേങ്ങ അരച്ച് ചേർക്കാനും ഉള്ളതാണ്. ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം ഞാനിവിടെ തീ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ കുക്കറിലെ പ്രഷറൊക്കെ പോയി നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. ചിക്കനൊക്കെ പാകത്തിന് വെന്ത് നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കൂടി ചിക്കനിൽ നിന്ന് നല്ലവണ്ണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഞാൻ മിക്സി ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഗ്രേവിക്ക് ആവശ്യമായി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഈ ചിക്കൻ കറി എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമ്മൾക്കൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഈ അരപ്പും ചിക്കനും ഒക്കെ നന്നായി ഒന്ന് യോജിച്ച് കിട്ടും. ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി കടുക് താളിക്കൊന്നും വേണ്ട, ആദ്യം തന്നെ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടതാണ്. ഇനി നമ്മൾക്കിത് പിടിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ നാടൻ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പിടിയും വറുത്തരച്ച കോഴിക്കറിയും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ക്രിസ്മസിന് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ ആയിരിക്കട്ടെ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.